നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നടന്ന വിത്തുണ്ട നിക്ഷേപം ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ G ഉദ്ഘാടനം ചെയ്തു. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയും കേരള വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശുഷ്ക വനഭാഗത്ത് വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. ഇടുക്കി വൈൽഡ് ലൈഫ് ഓഫീസ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KC ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ G ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഈ ഞങ്ങളുടെ കാട്ടിനകത്ത് ആനയ്ക്ക് വെള്ളം കിട്ടാൻ വേണ്ടി 10-30 കുളം കുത്തി കുറച്ച് ചെക്ക് ഡാംസ് പണിതിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ വേറെ ഭാഗമാണ്. പിന്നെ നോക്കിയപ്പം നല്ല മരങ്ങൾ, അതായത് ഈ മരങ്ങൾ ഇപ്പം നമ്മൾ കണ്ട ഉണ്ടയ്ക്കകത്തെല്ലാം ഓരോ വിത്തുണ്ട്. ആ മരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഫുഡ് ബിയറിംഗ് ട്രീസാണ്. അതായത് എല്ലാത്തിനും ചക്ക, കാട്ടുമാവ്, കാട്ടുപ്ലാവ്, ഞാവൽ, ഇതെല്ലാം മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റിയ പനയുണ്ട്. പന ആനയുടെ ഇഷ്ടപ്പെടുന്ന ആ പനയുണ്ട്. അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ ഈ സീഡ് ബോൾ ഉണ്ടാക്കുന്നത്. ഇതിനി കേരളം മുഴുവനുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 14 കൊണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ലക്ഷക്കണക്കിന് വിത്തുണ്ടകൾ നമ്മൾ കൊണ്ട് നിക്ഷേപിക്കും. അതിനകത്ത് എത്ര പിടിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങാനും എന്ത് പറഞ്ഞാലും ഒരു 10-40% നമുക്ക് അതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പരിപാടികൾക്ക് ഫോറസ്റ്റ് ഓഫീസർമാരായ ടോം ജോസ്, AM അബ്ദുൾ ഷുക്കൂർ, CK കുഞ്ഞപ്പൻ, T ഗോപാലൻ, B ബിനോയ്, പ്രൊഫസർ ഫിലുമോൻ ജോസ്, NSS വോളണ്ടിയർ സെക്രട്ടറി ജിഷ്ണു K എന്നിവർ നേതൃത്വം നൽകി. നിരവധി NSS വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് അപകടാവസ്ഥയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിൽ പാറേമാവ് 10 ഏക്കർ പനവേലിക്കാട്ടിൽ സുനിൽകുമാറിന്റെ വീടാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ 10-ാം വാർഡിൽ താമസിക്കുന്ന പനവേലിക്കാട്ടിൽ സുനിൽകുമാറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ സംരക്ഷണ ഭിത്തിയുടെ കുറച്ച് ഭാഗം ഇടിഞ്ഞിരുന്നു. അന്ന് വീടിൻ്റെ അപകടാവസ്ഥയെ കാണിച്ച് സുനിൽകുമാർ വില്ലേജ് ഓഫീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ വീടിൻ്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. കഴിഞ്ഞ വർഷം ഇടിഞ്ഞു പോയത് കെട്ടാണ്. അത് ഈ വർഷം വന്ന് ഇവിടെ മാന്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ബാക്കിയോടെ ഇടിഞ്ഞു പോയി. വീട് ഭീഷണിയിൽ നിൽക്കുകയാണ്. പഞ്ചായത്തിലും വില്ലേജിലും താലൂക്കിലും പരാതി കൊടുത്തു. എന്നിട്ടും തന്നെ കെട്ടിക്കോളാനാണ് പറയുന്നത്. വീടിൻ്റെ സംരക്ഷണ ഭിത്തി ആണ് ഇടിഞ്ഞു പോയേക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒന്ന് ഇടപെടണം, ചെയ്തു തരണമെന്ന് താഴ്മയായി പറയുന്നു. വീടിൻ്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ 4 ലക്ഷത്തോളം രൂപ ചിലവ് വരും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ദൃശ്യ ന്യൂസ്, ഇടുക്കി. കൂത്താട്ടുകുളം പാലക്കുഴിയിൽ മരം വെട്ടുന്നതിനിടയിൽ മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ അതിഥി തൊഴിലാളിയെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു. ബംഗാൾ സ്വദേശി മിഥുനാണ് മരത്തിൽ കുടുങ്ങിയത്. വെട്ടുവാൻ മരത്തിലേക്ക് കയറി തെങ്ങ് ചാഞ്ഞു വീണതോടെ മിഥുന്റെ കാൽ മരങ്ങൾക്കിടയിൽ കുടുങ്ങി. ഇറങ്ങാൻ സാധിക്കാതെ വന്നതോടെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മരത്തിൽ കയറി മിഥുനെ രക്ഷപ്പെടുത്തി. പിള്ളേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ 2 കത്തോലിക്ക സന്യാസിനികളെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് പാലായിൽ പ്രതിഷേധ ധർണ നടത്തി.
ഭരണഘടനാ വിരുദ്ധവും മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും എതിരായതും ന്യൂനപക്ഷ വിരുദ്ധവുമായ ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടി ജനാധിപത്യ ഭാരതത്തിന് അപമാനമാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്തു. രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലെ ധർണയിൽ ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം, പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, ആൻസമ്മ സാബു, ജോയി കണിപ്പറമ്പിൽ, ജോൺസൺ ചെറുവള്ളി, ടോമി കണ്ണീറ്റുമാലിൽ, ബെന്നി കിണറ്റുകര, രാജേഷ് പാറയിൽ, ക്ലിന്റ് അരിപ്ലാക്കൽ, ജോസഫ് ചീനോത്തുപറമ്പിൽ, ബേബിച്ചൻ അഴിയാത്ത്, ജോയി ചന്ദ്രൻകുന്നേൽ, ജോർജ് തൊടുവിനാൽ, ബെല്ല സിബി, ലൈസമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അവർ ഈ സിസ്റ്റേഴ്സിന്റെ കൂടെ ജോലി ചെയ്യുവാനുള്ള ആ സന്മനസ് കാണിച്ചു എന്നുള്ളതും അവിടെ അഭിനന്ദനാർഹമാണ്. ഒരു ജോലിയും ചെയ്യാതെ സാമൂഹ്യ തിന്മകളിൽപ്പെട്ട് ആ കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ഈ BJP സർക്കാർ എടുക്കുമായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. അത്രയും നല്ല ഒരു ജീവിത ശൈലിയിലും അവരെ ജോലി ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതത്തിന് ജീവിതവും ജീവനും രൂപം കൊടുത്ത് പ്രവർത്തിക്കുവാൻ തയ്യാറായ ഈ കന്യാസ്ത്രീകളുടെ മേൽ ഈ BJP സർക്കാർ വളരെ ആസൂത്രിതമായ കുറ്റങ്ങൾ ചുമത്തി. ഇന്ന് അത് വളരെ വിശദമായിട്ട് അതിന്റെ ഓരോ പ്രോസസ്സും ദീപികയുടെ എഡിറ്റോറിയൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഭംഗിയായി രേഖപ്പെടുത്തി. അവര് മതസംഘടനകളുടെ നേതാക്കളുടെ വിചാരണ കോടതിയിലാണ് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ആൾക്കൂട്ടത്തിൽ വിചാരണ ചെയ്യപ്പെട്ട് ഈ സിസ്റ്റേഴ്സിനെയും ഈ പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുകയും പെൺകുട്ടികളെ മറ്റൊരു ഹോമിലാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഈ കങ്കാരു കോടതികൾ എന്നും ഇതുപോലെയുള്ള സ്ഥിരം സംഭവങ്ങൾ നടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എമ്മാനുവൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ പ്രതിനിധികളായി രാഷ്ട്രീയ രംഗത്തുള്ളവരും ഇതേപ്പറ്റി വളരെ കാര്യഗൗരവമായി തന്നെ ചിന്തിക്കുകയും ഇനി മേലാൽ ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം നടപ്പാക്കണമെന്ന് കാത്തലിക് കോൺഗ്രസ് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ ദേവസ്വം ബോർഡിന്റെ സ്കൂളിന്റെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി നിലവിലെ സ്റ്റേഡിയം മൈതാനം വലുതാക്കുന്നു. പാർക്കിംഗ് മൈതാനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനാണ് മൈതാനം വിപുലമാക്കുന്നത്. പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കുന്നതോടെ നിലവിലുള്ള സ്റ്റേഡിയം മൈതാനത്തിന്റെ പകുതിയിലധികം സ്ഥലം കൂടി ലഭിക്കും. ഇവിടുത്തെ പഴയ സ്കൂൾ കെട്ടിടങ്ങൾ കാലഹരണപ്പെട്ട് തുടങ്ങിയവയാണ്. ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ സ്കൂളിനായി ഉപയോഗിക്കുന്നുമില്ല. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, വിശുദ്ധിസേന വിഭാഗം എന്നിവർക്ക് ഓഫീസും താമസ സൗകര്യവും ഒരുക്കുന്നത് ഈ പഴയ സ്കൂൾ കെട്ടിടങ്ങളിലാണ്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ട സ്ഥിതിയിലുമാണ്. ഇതോടെയാണ് സ്റ്റേഡിയം മൈതാനം വിപുലമാക്കാൻ ആലോചിക്കുന്നത്. ഇതോടെ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ലഭിക്കും. തീർത്ഥാടന കാലത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാസേനാ വിഭാഗത്തിന് തന്നെ 20-ൽ പരം ജീവനക്കാരുണ്ട്. ആരോഗ്യ വിഭാഗത്തിലും 10-ലധികം ജീവനക്കാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് സേവനത്തിന് എത്തുന്ന വിശുദ്ധിസേന വിഭാഗത്തിൽ 150-ലധികം ജീവനക്കാരാണ് ഉള്ളത്. ഇവരെല്ലാം താമസിക്കുന്നത് പഴയ സ്കൂൾ കെട്ടിടങ്ങളിലാണ്. ഇവർക്ക് താമസിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ സ്കൂൾ കെട്ടിടം പൊളിച്ചാൽ അത് തീർത്ഥാടന കാലത്ത് പ്രതിസന്ധിക്കും കാരണമായേക്കും. ന്യൂസ് ബ്യൂറോ, എരുമേലി. കാഞ്ഞിരപ്പള്ളി കുന്നം ഭാഗത്ത് വീണ്ടും വ്യാപക മോഷണ ശ്രമം. 2 ദിവസങ്ങളിലായി 9 വീടുകളിലാണ് മോഷണ ശ്രമങ്ങൾ നടന്നത്. ശനിയാഴ്ച പുലർച്ചെയും ഇന്നലെ പുലർച്ചെയുമായിട്ടാണ് വിവിധ വീടുകളിൽ മോഷ്ടാക്കൾ എത്തിയത്. വരിക്കമാൻതൊട്ടിയിൽ സജി, കല്ലുവേലിൽ ഷാജി, മഞ്ഞാക്കൽ ബാബു, മണ്ണുകുന്നൽ റോജി എന്നിവരുടെ വീടുകളിൽ ശനിയാഴ്ച പുലർച്ചെയും, കൊച്ചട്ടൊന്നിൽ ജോണി, എലിവാലിക്കരയിൽ ഉദയകുമാർ, തേക്കനാംപൊയ്ക്കിൽ ജോഷി, പാറയിൽ രാജൻ, മൂലയിൽ തോമാച്ചൻ എന്നിവരുടെ വീടുകളിൽ ഇന്നലെ പുലർച്ചെയുമാണ് മോഷണശ്രമം നടന്നത്. സജിയുടെ വീട്ടിൽ നിന്ന് കുടയും, ഷാജിയുടെ വീട്ടിൽ നിന്ന് ചെരുപ്പും, റോജിയുടെ വീട്ടിൽ നിന്ന് ഷർട്ടും പാൻസും, ജോഷിയുടെ വീട്ടിൽ നിന്ന് വാക്കത്തിയുമാണ് മോഷണം പോയിരിക്കുന്നത്. എലിവാലിക്കരയിൽ ഉദയകുമാറിന്റെ വീട്ടിൽ കയറി ചോറ് കഴിച്ച മോഷ്ടാവ് പാത്രങ്ങൾ കിണറ്റിലിട്ടു. മോഷ്ടാവ് വീടുകളിൽ കയറുന്നതിൻ്റെയും തിരികെ ഇറങ്ങി വരുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകുമെന്ന് നാട്ടുകാർ പറയുന്നു.
കുന്നുംഭാഗം മറ്റത്തിൽപ്പടി റോഡിലും കുന്നുംഭാഗം പൈനുങ്കൽപ്പടി റോഡിലുമാണ് മോഷ്ടാക്കൾ വിലസുന്നത്. ഈ ഭാഗങ്ങളിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ പിടികൂടാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മേഖലയിൽ മോഷണശ്രമം ഉണ്ടായിരിക്കുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയുടെ കോമ്പൗണ്ട് തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാകുന്നു. നായ്ക്കൾ പെറ്റുപെരുകിയതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും കാൽനടയാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ ഭയത്തോടെയാണ് ഇവിടെ വന്ന് കടന്നുപോകുന്നത്. ITIയുടെ പ്രധാന സ്റ്റേജുകളിലും വർക്ക്ഷോപ്പുകളിലും തെരുവ് നായ്ക്കൾ കൂട്ടമായി വന്നു കിടക്കുകയാണ്. സ്റ്റേജിൽ പരിപാടി നടക്കുന്ന സമയത്ത് പോലും നായ്ക്കൾ വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ ഓടി നടക്കുന്നു. നായശല്യം രൂക്ഷമായതോടെ ITI അധികൃതർ കളക്ടർക്കും അതിരമ്പുഴ പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു. തുടർന്ന് അധികൃതർ എത്തി ഏതാനും നായ്ക്കളെ വന്ധീകരണം നടത്തി. പലരും നായ്ക്കളെ ITI കോമ്പൗണ്ടിൽ ഉപേക്ഷിക്കുന്നതായും ചിലർ സന്ധ്യാസമയങ്ങളിൽ ഭക്ഷണം എത്തിച്ചു നൽകുന്നതായും പരാതിയുണ്ട്. ITI കോമ്പൗണ്ടിൽ തെരുവ് നായ്ക്കളുടെ വലിയ കൂട്ടം കാണപ്പെട്ടതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരുമെല്ലാം ഭയത്തോടെയാണ് ഇവിടെ വന്നുപോകുന്നത്. നമ്മുടെ ഏറ്റവും ITIയിൽ ഒരു 10-40 പട്ടിയോളം കിടപ്പുണ്ട്. അതായത് വളർത്തിയിട്ട് ബെൽറ്റോട് കൂടി കൊണ്ടുവന്ന് അതിൻ്റെ വാതിക്കലോട് കൊണ്ട് തള്ളുവാണ്. അപ്പം 10,000 കുഞ്ഞുങ്ങളോളം അവിടെ പഠിക്കുന്നുണ്ട്. പിള്ളേർക്ക് ഭീഷണി, മറ്റുള്ള ജീവനക്കാർക്കെല്ലാം ഭീഷണിയാണ് ഈ പട്ടികൾ പെറ്റുപെരുകിയിട്ട്. അപ്പോൾ അതുങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴത്തേനും അത് ആക്രമിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിരമ്പുഴ പഞ്ചായത്തിൻ്റെ കീഴിൽ വന്ധീകരിക്കാനായിട്ട് ഒരു വന്ധീകരിക്കുന്ന ഇത് അവിടെ നിന്ന് വന്ന് പട്ടികളെല്ലാം കുറേ എണ്ണത്തെ പിടിച്ചു വന്ധീകരിച്ചു. പക്ഷേ പിന്നെയും പട്ടി പെറ്റുപെരുകി അതിൻ്റെ അകത്ത് പിന്നെയും കുഞ്ഞുങ്ങൾ ഇരട്ടിക്കുവാണ് അതിൻ്റെ ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ പുറകെ നായ്ക്കൾ കൂട്ടമായി നടക്കുന്ന കാഴ്ചയും ഇവിടെയുണ്ട്. റോഡിലൂടെ സഞ്ചരിക്കുന്ന കാൽനട വാഹനയാത്രക്കാർക്കും ഭീഷണി ഉയർത്തി തെരുവ് നായ്ക്കൾ ITIയുടെ പ്രവേശന കവാടത്തിന് മുന്നിലും വന്ന് തമ്പടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായി ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്ന തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ. ഏതു നിമിഷവും നിലംപൊത്താവുന്ന കൽക്കെട്ട് വാഹന കാൽനട യാത്രികർക്ക് വലിയ അപകട ഭീഷണിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്ന് ഒരു ജീവൻ നഷ്ടമായിട്ടും അധികൃതർ പാഠം പഠിക്കുന്നില്ലെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴാറായ നിലയിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയായി മാറ്റിയ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഭീഷണിയായി മാറിയിരിക്കുന്നത്. കുട്ടികളുടെ വാർഡ്, പ്രസവ വാർഡ്, സർജിക്കൽ വാർഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, സൈക്കാട്രിക് വാർഡ്, ബ്ലഡ് ബാങ്ക് തുടങ്ങിയവ ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ സംരക്ഷണ ഭിത്തിയായ കരിങ്കൽ കെട്ടാണ് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള റോഡിലേക്കാണ് കരിങ്കൽ ഭിത്തി തകർന്നാൽ വീഴുക. 20 അടിയിലേറെ ഉയരമുള്ള സംരക്ഷണ ഭിത്തി തകർന്നാൽ ആശുപത്രി കെട്ടിടവും അപകടത്തിലാവും. ആയിരക്കണക്കിന് ആൾക്കാർ വാഹനവും ഇവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളും ഒക്കെ സഞ്ചരിക്കുന്ന മെയിൻ റോഡാണിത്. വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ കെട്ടാണ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തിയാണ്. ഇത് ഏത് സമയത്തും ഇടിഞ്ഞ് താഴെ പോകും. ഇത് ബന്ധപ്പെട്ട അധികാരികളോട് വർഷങ്ങളായിട്ട് നമ്മളിത് ചൂണ്ടിക്കാണിച്ചാണ്. ഇത് ഏത് സമയം ഇടിഞ്ഞു വീഴും, ജനങ്ങൾക്കും സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഓരോ ദിവസം കഴിയുന്നതോറും അതിൻ്റെ കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ഒരു 10 മീറ്റർ ഒന്ന് അത്രയുടെ പോയ ഭാഗം ഒന്ന് പണിതാൽ ഈ വലിയൊരു ദുരന്തം ഒഴിവാകും. ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ടില്ല എന്ന് നടിക്കല്. ഇവിടെ വരുന്ന ആൾക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. സദാനേരവും വാഹനവും ജനങ്ങളും സഞ്ചരിക്കുന്ന റോഡിലേക്ക് കരിങ്കൽക്കെട്ട് തകർന്നു വീണാൽ വൻ ദുരന്തം തന്നെയായിരിക്കാം സംഭവിക്കുക. 10 അടിയിലേറെ നീളത്തിൽ കരിങ്കൽക്കെട്ട് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. കരിങ്കല്ലുകൾ ഇളകി ഏത് നിമിഷവും താഴെ വീഴാവുന്ന നിലയിലുമാണ്. സംരക്ഷണ ഭിത്തി കാടുകയറി മൂടിയിരിക്കുന്നതിനാൽ അപകട ഭീതി കൂടാതെയാണ് ആളുകൾ ഇതുവഴി ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അടിയന്തരമായി ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദൃശ്യ ന്യൂസ്, ഇടുക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.